പുതുമുഖങ്ങളെ അണിനിരത്തി രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും തലസ്ഥാനത്ത് ഒത്തുചേർന്നു. അന്നയും റസൂലിനും ശേഷം രാജീവ് രവി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് ഒട്ടേറെ പുതുമകളുണ്ട്. സംവിധായകൻ ഫാസിലിന്റെ മകനും നടൻ ഫഹദ് ഫാസിലിന്റെ സഹോദരനുമായ ഫർഹാനും നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയും അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ്. ദേശീയ പുരസ്കാര ജേതാവായ രാജീവ് രവി അന്നയും റസൂലിനും ശേഷം സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും തലസ്ഥാനത്ത് ഒത്തുചേർന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. സിനിമാ നിർമ്മാണത്തിന്റെ പ്രത്യേക ചട്ടക്കൂടിൽ നിന്ന് മാറി അഭിനേതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള രാജീവ് രവിയുടെ സംവിധാന മികവിനെക്കുറിച്ച് അഭിനേതാക്കൾ വാചാലരായി. ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് പേടിച്ച് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പേടിച്ച് എന്റെ വാപ്പാനെ വിളിക്കുന്നു, ഫാദറിനെ വിളിക്കുന്നു. വാപ്പ എനിക്ക് പേടിയാണ്, എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും പറഞ്ഞു, നീ പേടിക്കണ്ട, ചുമ്മാ റിലാക്സ് ചെയ്ത് പോയി ചെയ്യും. എന്നിട്ട് ലൊക്കേഷനിൽ പോയി ഇറങ്ങിയപ്പോഴത്തേക്കും പേടി കൂടി, ഭയങ്കര പേടിയായിട്ട്. പക്ഷെ എന്താ പറയുക, ആ പേടി എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പേ പോയായിരുന്നു. അത് എനിക്ക് ക്രൂവിലെല്ലാവരെയും താങ്ക് ചെയ്യേണ്ടതാണ്. കാരണം അത്ര കംഫർട്ടബിൾ ആക്കി ഫസ്റ്റ് ഷോട്ട് എടുത്ത ആക്ഷൻ ഞാൻ അറിഞ്ഞുകൂടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് എൻ്റെ ആ പേടിയൊക്കെ മാറിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയത്, ഞാൻ ആക്ച്വലി വാപ്പാൻ്റെ സെറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാദറിൻ്റെ സെറ്റിൽ പോകുമ്പോഴോ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന അത്ര ആൾക്കാർ സെറ്റിൽ എപ്പോഴും കാണും. പക്ഷേ രാജീവിന്റെ സെറ്റിൽ പോയപ്പോൾ എന്നെ ഉൾപ്പെടെ ഒരു 15 പേര് ഉള്ളായിരുന്നു. പിന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത തന്നെ ഒരു കാര്യം, ഈ പടത്തില് 5 സിനിമാറ്റോഗ്രാഫേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഈഗോ ഇല്ല, പരസ്പരം ഒരു പ്രശ്നവും ഇല്ല, ആർക്കും എല്ലാത്തിനും ഓപ്പൺ ആണ്. എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നതൊക്കെ ഇച്ചിരി ഈസി ആയിട്ടാണ് കിട്ടിയത്. അച്ഛൻ ഈ ഇൻഡസ്ട്രിയിൽ ഒത്തിരി സ്വപ്നങ്ങളോടെയാണ് വന്നത്. അപ്പൊ അച്ഛൻ പറയും, അച്ഛൻ്റെ ഒത്തിരി ഡ്രീംസ് ആൻഡ് അച്ഛൻ ഒത്തിരി നേടണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഇങ്ങനെ ഇപ്പൊ ഒരു പ്രസ് മീറ്റ് അച്ഛൻ പറയും, അച്ഛൻ്റെ ഇങ്ങനെ വലിയ പോസ്റ്റർ, ഒരു ആദ്യത്തെ പോസ്റ്ററൊക്കെയാണ് വരുന്നെങ്കിൽ അച്ഛൻ്റെ മുഖം അച്ഛൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ പറയും, അച്ഛൻ വിഷ് ചെയ്ത കുറെ കാര്യങ്ങളാണ് അച്ഛൻ ഇന്ന് എന്നിലൂടെ കാണുന്നത്. അപ്പോ അങ്ങനെ അച്ഛനെ ഹാപ്പി ആകാൻ പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷ് ഏച്ചിക്കാനമാണ് സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത്. ഷഹബാസ് അമന്റേതാണ് സംഗീതം. ബി അജിത് കുമാർ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. മധു നീലകണ്ഠൻ, അലൻ MC, അലക്സ്, മധുക്കർ അടക്കം ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്നാണ് കളക്ടീവ് ഫേസ് 1ന്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഫർഹാനും അഹാനയ്ക്കും പുറമെ അലൻസിയർ, മിനി KS, സുരഭി, അനിൽ, ജെയിംസ്, നിതിൻ, സുജിത്, അഭിജ, വിഷ്ണു, ജിബിൻ, അഖില, വീണ, ശരണ്യ തുടങ്ങിയവർ ചിത്രത്തിൽ അണിനിരക്കുന്നു. രാജീവ് രവിയുടെ സംവിധാന മികവും ഫർഹാന്റെയും അഹാനയുടെയും അഭിനയത്തികവും സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ തിരക്കഥയും ഒത്തുചേരുന്ന ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രം ഓഗസ്റ്റ് 8-ന് തിയേറ്ററുകളിലെത്തും.